ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയാസിലെല്ലാം കാണുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഒലീവിയ ഡിസൈൻസിനെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും അവിടെ ജോലിക്ക് പോയിട്ടുള്ളവരും അതേപോലെ തന്നെ ട്രെയിനിങ്ങിന് പോയിട്ടുള്ളവരും ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവരും ഒക്കെ തന്നെ അവരവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനും ചെയ്തിട്ടുണ്ട്. ഞാനവിടെ ട്രെയിനിങ്ങിന് 8 ദിവസം പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ, ഇന്നോ ഇന്നലെയൊന്നും അല്ല കേട്ടോ ഞാൻ വീഡിയോ ചെയ്തത്, കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം തുടങ്ങിയ ആ ഒരു ടൈമിൽ. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അവർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്നേ തുടങ്ങിയ ഒരു പ്രശ്നമായിരുന്നു. അവരുടെ കയ്യിൽ നിൽക്കാൻ പറ്റിയൊരു പ്രശ്നത്തെ അവർ തന്നെ ഇത്രയും വലുതാക്കിയത്. അവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റിയൊരു പ്രശ്നത്തെ അവർ തന്നെയാണ് ഇത്രയും വലുതാക്കിയത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സ്റ്റാഫ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഇത്രയും ധൈര്യമായിട്ട് മുന്നോട്ട് വരുമോ, അതിന് പുറകിന് ഇത്രയും ആളുകൾ കൂടെ നിൽക്കുമെന്നോ ഒന്നും ആരും വിചാരിച്ചില്ല. കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്ത ശേഷം 2 ദിവസം മുന്നേ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ നിയമത്തിൻ്റെ ഇതായിട്ട് പോയിട്ട് അതിന് വേണ്ടിയിട്ട് ആയിരുന്നു അവർ ഈ ഒരു സമയം എടുത്തതും ആ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിരിക്കും അവർ ഈ ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് എടുത്തത്. ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഫോണും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ പേര് ഈ ഒരു നിയമ നടപടിയുടെ പുറകിലൊക്കെ പോയിട്ടുണ്ട്. അവരാണെങ്കിൽ ഇപ്പം മുന്നോട്ട് ആദ്യം കണ്ടതിന് അത്രയും മുന്നോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടുള്ള പേടിയല്ല, നമുക്ക് ആ ഒരു വീഡിയോ തന്നെ കണ്ടാലറിയാം. അവരുടെ ആ ഒരു ലാസ്റ്റ് വീഡിയോ, അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർക്ക് നല്ല ആൾബലം ഉണ്ടെന്നും നല്ല പൈസയുടെ ഇതും അതേപോലെ തന്നെ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് അവർക്ക് നല്ല ഹോൾഡ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രത്തോളം പൈസയും ആൾബലവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് എത്രത്തോളം അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ എത്ര നാൾ ഇതിൻ്റെ പുറകിന് നടക്കാൻ പറ്റും, നമുക്കധികം ആളുകളെ അറിയാവോ, അല്ലെങ്കിൽ നമുക്കധികം പൈസ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചു ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള കുറേ പേരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫോണും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് തന്നെ പൊക്കോട്ടെ. ഇനിയും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. വേറെ ആരും എന്താ പറയുക ഈ ഒരു ബിസിനസ് തകർക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ബിസിനസ് ചെയ്യരുത് എന്നുള്ള രീതിയിലൊന്നും ആരും വീഡിയോസ് ഇടുവോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ടുള്ളവർ എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞവരുണ്ടല്ലോ, അവരാരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും വന്നിട്ട് അവിടെ പോയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. നമ്മളെല്ലാവരും തന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ വിശ്വസിച്ച് പോയതൊന്നും അല്ല എന്നുള്ളൊരു ഇത് നമ്മൾ മുന്നോട്ട് കാട്ടി തന്നു. അത് മാത്രമേ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തവരും കമൻസ് ഇട്ടവരും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇട്ട വീഡിയോസിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അതിനകത്ത് പറയുന്ന എല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതും ഞാനതിപ്പം ഷെയർ ചെയ്തത്. അല്ലാതെ അതിൻ്റെ മുന്നേ എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുറേ പേര് അങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയ ശേഷമല്ലേ എനിക്ക് ഞാനവിടെ കണ്ട കാര്യവും കേട്ട കാര്യമൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഒരിക്കലും ഞാനവിടെ ഒരു ജോലിക്കായിട്ട് ഞാൻ കയറിയിട്ടൊന്നുമില്ല. ഞാൻ 8 ദിവസം ട്രെയിനിങ്ങിനാണ് കേട്ടോ പോയിട്ടുള്ളത്. പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാനായിട്ട് തന്നെ പോവാതിരുന്നത്, എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ വന്നിട്ട് ഞാനായിട്ട് പോവാതിരുന്നത്. അപ്പം കൂടുതൽ ഞാൻ ആ ഒരു ഓൺലൈൻ സെക്ഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ആ ഒരു 8 ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും വന്നിങ്ങനെ നെഗറ്റീവ് അടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഇത്രയും ഇതായിട്ട് മുന്നോട്ട് വന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളും അവിടെ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കുറേ പേര് അവിടെ പോയി ജോലി ചെയ്തും അല്ലെന്നുണ്ടെങ്കിൽ കുറേ നാൾക്ക് ശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞേനെ. നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് പോയിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലാതെ അവരൊരിക്കലും നമ്മളെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇവിടെ ജോലി ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് അവർക്ക് മെസ്സേജ് അയച്ച് അവിടുന്ന് റിപ്ലൈ വന്ന് അതേപോലെ തന്നെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോയതും ഇൻ്റർവ്യൂവിന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ട്രെയിനിങ്ങിന് പോയത്. അങ്ങനെ ഈ പറഞ്ഞവരെല്ലാം തന്നെ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ ആരും ഒന്നിങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്.